നമസ്കാരം. ദില്ലി തിരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു പ്രധാനപ്പെട്ട സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. SN ന്യൂസ് എന്ന് പറയുന്ന ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ന്യൂസിന്റെ സർവേ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, കേരള മാധ്യമങ്ങൾ ദില്ലി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം നിശബ്ദരാണ്. അതിൽ കാര്യമായിട്ടുള്ള വിഷയങ്ങൾ ഒന്നും പറയുന്നില്ല. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഒന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, കർണാടക ഇലക്ഷന് BJP തോൽക്കുമെന്നുള്ള വലിയ പ്രതീതി ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിരന്തരമായിട്ട് കർണാടകയിലെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ പറയുകയും ഈ കർണാടകയിൽ കോൺഗ്രസ് വിജയത്തിലേക്ക് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്, അല്ലെങ്കിൽ ചാനൽ സമൂഹം തന്നെയാണ് കേരളത്തിലുള്ളത്. അതിലൊരു സംശയമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ അന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതേ സാഹചര്യം തന്നെ ഹരിയാനയിലും ഇവർ നിരന്തരമായിട്ട് പറഞ്ഞു. ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കുമെന്നുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് പൂർണ്ണമായിട്ടും BJP തകർന്നടിയും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ ദിവസവും ഇതേ സാഹചര്യം തന്നെ അവർ ഇവിടെ വലിയ രീതിയിൽ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതിലും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ദില്ലിയിൽ വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടക്കുമ്പോഴും കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള അവരുടെ ആവേശമൊന്നും ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണില്ല. റിപ്പോർട്ടുകളൊക്കെ ചിലത് വരുന്നുണ്ടെങ്കിൽ പോലും പഴയ ആവേശമൊന്നുമില്ല. കഴിഞ്ഞ വട്ടത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ദില്ലിയിൽ നടന്ന സമയത്ത് വലിയ രീതിയിൽ കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കൊണ്ടേയിരുന്ന, അല്ലെങ്കിൽ BJPയെ തരം താഴ്ത്തി സംസാരിച്ചുകൊണ്ടിരുന്ന കേരള മാധ്യമങ്ങൾ ഇത്തവണ കുറച്ച് സൈലന്റ് ആണ്. കാരണം BJP അവിടെ വിജയിക്കുമെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. കാരണങ്ങൾ ഒരുപാടുണ്ട്. അവസാനമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച 8 MLAമാർ 5 ദിവസങ്ങൾക്കുള്ളിലാണ് അവരുടെ MLA സ്ഥാനം പോലും രാജിവെച്ചുകൊണ്ട് BJPയിൽ ചേർന്ന് പ്രവർത്തിച്ച് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി പൂർണ്ണമായിട്ടും അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന SN ന്യൂസിന്റെ സർവേയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം, 70 നിയമസഭാ സീറ്റുകളുള്ള ദില്ലി എന്ന് പറയുന്ന സംസ്ഥാനത്ത് 47 സീറ്റുകൾ BJP ഒറ്റക്ക് നേടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിടുന്നത്. 22 സീറ്റുകൾ ആം ആദ്മിയും 1 സീറ്റ് കോൺഗ്രസും നേടുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു സർവേയാണ് അവർ പുറത്തുവിടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശരിയാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് കുരുപൊട്ടി ഒലിച്ച് കമന്റ് ബോക്സിൽ വന്ന് തന്തക്കും തള്ളക്കും വിളിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനി എത്രത്തോളം പരിശ്രമിച്ചാലും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖച്ഛായ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. ആ തകർന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മദ്യനയ അഴിമതി കേസിൽ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പറയുന്ന കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നും, നരേന്ദ്രമോദി നൽകുന്ന സൗജന്യമായിട്ടുള്ള പല കാര്യങ്ങളും അത് പേര് മാറ്റി ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്നത് പോലെ ദില്ലിയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അടക്കം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രത്യാഘാതം എത്രത്തോളം വലിയ രീതിയിലാണ് ദില്ലിയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ബോധ്യമാകും. അതിന്റെ വരാനിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ലോകത്തെ മോദി വിരുദ്ധ ശക്തികളെ പൂർണ്ണമായിട്ടും യോജിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റി പഞ്ചാബിലും ദില്ലിയിലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വലിയ രീതിയിൽ നേതൃത്വം നൽകുക, അതോടൊപ്പം ഗുജറാത്തിലും ഗോവയിലും എല്ലാം തങ്ങൾക്ക് വലിയ ആധിപത്യമുണ്ട് എന്ന് തെളിയിക്കുക. നിരന്തരമായിട്ട് പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതെയാകേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യമാണെന്നുള്ള രീതിയിലേക്കുള്ള കള്ളപ്രചരണങ്ങൾ പടച്ചു വിട്ടുകൊണ്ട് നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ മോദി സർക്കാർ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിവേരറക്കുന്ന രീതിയിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിധിയാണ് ഈ വരാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. രാജ്യത്തെ സംബന്ധിച്ച് രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ തടയിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും രാജ്യത്തിന്റെ നാശത്തിലേക്ക് പോകുമെന്നുള്ളത് നമ്മൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് അറിയാവുന്നതാണ്. 2004 മുതൽ 2014 വരെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച UPA അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വലിയ സഖ്യമായിരുന്ന UPയുടെ ഭരണകാലത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തെ ഭീകരവാദികൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ തന്നെ ഒരുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ പറയുന്ന UPA സർക്കാരിന്റെ കാലത്തുണ്ടായത്. ഇത് നമ്മൾ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ലഷ്കർ-ഇ തൊയ്ബ, ഇന്ത്യൻ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, സിമി പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര
ഭീകരവാദ പ്രസ്ഥാനത്തിന് NDF-ന്റെ പേര് മാറ്റി ഈ രാജ്യത്തെ 22ഓളം സംസ്ഥാനത്ത് അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അടക്കം ഒരുക്കി കൊടുത്തത് ഇവിടെയുള്ള ഭീകരവാദ ശക്തികൾക്കെതിരെ ശബ്ദമുയർത്താത്ത, നടപടിയെടുക്കാത്ത, മൗനം പാലിച്ച ഇവിടെയുള്ള UPA സർക്കാരിന്റെ, രാഹുൽ ഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയുടെയും ഭരണത്തിന് കീഴിൽ തന്നെയാണ് ഇവർ എല്ലാവരും തഴച്ചു വളർന്നത്. നമ്മൾക്കറിയാം, മുംബൈ ഭീകരാക്രമണമൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭീകരവിരുദ്ധ ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ ഭീകരവാദികൾക്കെതിരെ നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടം നടത്താനായിട്ട് ഇവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ പോലും ഇവർ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജിഹാദി ഭീകരവാദത്തിന് ഒരു എന്താ പറയുക, അതിന് പൂർണ്ണമായിട്ടും ഒരു തൂക്കം നോക്കുന്ന തരത്തിലേക്ക് അനാവശ്യമായിട്ട് ഹിന്ദുത്വ ഭീകരത, കാവ്യ ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സനാതന ധർമ്മത്തെ പൂർണ്ണമായിട്ടും അവഹേളിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ എടുത്ത കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ത്യകൂദാശ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് 2014 ഇലക്ഷൻ എന്ന് രാഷ്ട്രീയ ചാണക്യന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പൂർണ്ണമായിട്ട് പറഞ്ഞു. അത് വലിയ രീതിയിൽ സത്യമാകുന്ന കാഴ്ചയായിരുന്നു 2014-ലും 2019-ലും അതോടൊപ്പം തന്നെ 2024-ലും സംഭവിച്ചത്. ഇപ്പോഴും 100 സീറ്റുകൾ പോലും തികക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ അന്ത്യശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രസംഗം പോലും ബോറിംഗ് എന്നുള്ള രീതിയിലേക്ക് പ്രസ്താവിച്ച നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ മാനസികാവസ്ഥ എത്രത്തോളം ദുർബലമാണെന്നോ എത്രത്തോളം വികൃതമാണെന്നുള്ളതും നമ്മൾക്ക് ബോധ്യപ്പെട്ട് ഈ മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനോടകം തന്നെ ദില്ലിയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു ബജറ്റ് കൂടി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച സമയം മുതൽക്ക് തന്നെ ഒരു കാര്യം വ്യക്തമായിരിക്കണം, വലിയ മാറ്റം ദില്ലിയിൽ ഉണ്ടാവാൻ പോവുകയാണ്. ചരിത്രത്തിൽ 26 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 30 വർഷത്തോളമായി ദില്ലിയിൽ BJP അധികാരത്തിൽ ഇരുന്നിട്ട് അതിനിടയിൽ 15 വർഷത്തോളം അവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ 10 വർഷത്തോളം ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയും അധികാരത്തിലിരുന്നിട്ട് ദില്ലി ജനതയുടെ ജീവിത നിലവാരത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായി? ലോകത്തിന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള അശാന്തി പരത്തുന്ന ഭീകരാക്രമണങ്ങൾ പോലും നമ്മുടെ രാജ്യ തലസ്ഥാനം നേരിടേണ്ടി വന്നത് ഈ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാം ഭരണകാലത്തായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അഴിമതിയുടെ പേരിൽ കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മദ്യ നയ അഴിമതി കേസിൽ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങളോളം ജയിലിൽ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. മാസങ്ങളോളം അടുത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയ ജയിലിൽ കിടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഈ അഴിമതി വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും ദില്ലിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ BJP ഇപ്പോൾ പോരാട്ടം അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. മലയാളികളുടെ ഇടയിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാനായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. സമസ്ത മേഖലയിലും ആം ആദ്മിയുടെ സ്വാധീനം അത് ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് തന്നെ വേണം ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ SN ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.